ചങ്ങന്മാരെന്താ വർത്താനം? നല്ലൊരു അടിപൊളി വീഡിയോ കാണിച്ചു തരാം ഞങ്ങൾക്ക്. ഭൂമിയിലൊരു സ്വർഗമുണ്ടെങ്കിൽ അത് കാശ്മീരാണ്, അതിൽ സംശയമൊന്നുമില്ല. പക്ഷെ ഭൂമിയിലൊരു സ്വർഗക്കുന്നുണ്ട്, സ്വർഗക്കുന്ന്. അതെവിടെ അറിയാം ഞങ്ങൾക്ക്? അത് മലപ്പുറം ജില്ലയിലാണ്. നമുക്ക് അവിടേക്കൊന്ന് പോയി നോക്കാം, അവിടുത്തെ വിശേഷങ്ങൾ അറിയാം. നമ്മളപ്പോൾ കക്കടംപോയിലെ കുരിശുമല കയറാൻ പോകട്ടെ. നമ്മളാ ടാറ്റന്റെ വണ്ടി കയറൂല, അപ്പോൾ ഓഫ് റോഡ് ജീപ്പ് വെച്ചിട്ടാണ്. വാ. അപ്പോൾ ഇവിടുന്ന് നമ്മൾ 4 വീല് വണ്ടി വിളിച്ചിട്ട് കയറണം മേലേക്ക്. ഓഫ് റോഡാണ്. നമ്മളെ വണ്ടി 4 വീലാണെങ്കിലും അവിടുന്ന് കയറ്റി വിടില്ല. അതൊക്കെ റിസോർട്ടുകളൊക്കെ ഉള്ള ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ നമ്മളടുത്ത് 4 വീൽ ഉണ്ടെങ്കിലും കാര്യമില്ല, ഇവരെ വണ്ടിയിൽ തന്നെ പോകണം, അല്ലെങ്കിൽ ഇവരെ നടക്കണം. അപ്പോൾ നമ്മൾ താഴ്ന്ന് മുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഒരു 300 റുപ്യൻ്റെ വണ്ടിയും വിളിച്ചിട്ട് മുകളിലേക്കുള്ള യാത്രയിലാട്ടോ. ഈ ജീവിതകാലത്തിനിടയ്ക്ക് ഒരുപാട് വട്ടം നമ്മൾ ഈ കക്കാടംപോയിൽ വന്നിക്കണം. എത്ര വട്ടം വന്നേക്കും? ഞാനൊരു 4-5 വട്ടം വന്നിക്കണ്. ഈ അലാക്ക് നമ്മൾ ആദ്യമായിട്ട് കാണുകയാണ്. ഇത് കുരിശുമലയാണ്. ഓഫ് റോഡ് ജീപ്പിൽ താഴ്ന്ന് 300 റുപ്യ എടുത്ത് തന്ന്. 500 റുപ്യാണ് ആദ്യം പറഞ്ഞു. അപ്പൊ നമ്മള് ബാർഗൻ ചെയ്ത് 300 ആക്കിയത്. നമ്മൾ ഇനി ഇവിടുന്ന് നടക്കണം. അടിക്കും നമ്മള് നടക്കാണ്. അല്ല നമ്മളെ കേട്ടില്ലേ ചേച്ചി? നമ്മളെല്ലാരും ഓഫ് റോഡ് ജീപ്പിന് വന്നിട്ട് 300 റുപ്യ കൊടുത്ത് വേഗം കുരിശുമല വണ്ടിക്കാരല്ലേ പരിപാടിയാണ്. അപ്പൊ ചേച്ചിയാണ് ഇവിടെ വരും. കൺഫ്യൂഷൻ ആയപ്പോ ചേച്ചിയാണ് നിങ്ങൾ ഇങ്ങോട്ട് വരും. ഇവിടുന്ന് എന്തെങ്കിലും ഒരു സാധനം വാങ്ങിക്കാൻ ഞങ്ങൾക്ക് സ്വർഗക്കുന്നിലേക്കുള്ള വഴി, ഷോർട്ട് വഴി പറഞ്ഞു തരുമ്പോൾ. അപ്പൊ ഇവിടെ വരുന്നവരൊക്കെ ചേച്ചിന്റെ എന്തെങ്കിലും വാങ്ങിയില്ലേ പറഞ്ഞു കൊടുക്കരുത് ചേച്ചി. ഞങ്ങൾ പോയി വരാം. അപ്പൊ നമ്മൾ ചേച്ചി പറഞ്ഞ പോലെ കുരിശുമല ഒഴിവാക്കിയിട്ട് സ്വർഗക്കുന്ന് കയറാൻ പോവാട്ടോ. ഈ ക്ലൈമറ്റിലെ ഏറ്റവും അടിപൊളി സ്വർഗക്കുന്നാണല്ലോ. പിന്നെ സ്വർഗക്കുന്നാണ് കാണട്ടോ. അങ്ങോട്ടാണ് നമ്മൾ പോണത്. 2 കിലോമീറ്റർ നടന്നിട്ട് ചിലപ്പോ സ്വർഗവും അല്ലെങ്കിൽ നരകവും. അപ്പൊ സ്വർഗക്കുന്നിലേക്കുള്ള വഴി ഇങ്ങനെ കേട്ടോ. നല്ല ഡീപ്പായിട്ടുള്ള ദുർഘടം പിടിച്ച വഴികളാണ്. ഇതൊക്കെ ഒരു 2-2.5 കിലോമീറ്റർ കയറിയാലാണ് ഇതിന്റെ ടോപ്പിലെത്തുക. ഇതിങ്ങനെ നോക്കിയാലേ നമ്മൾ നേരത്തെ പറഞ്ഞ കുരിശുമല ഇങ്ങനെ കാണാം. അതിന്റെ ഫുള്ള് ഭംഗി, നല്ല കഥപ്പുണ്ട്. പുതിയ റിസോർട്ടുകളുടെ പണി ആ സൈഡിൽ നടക്കണം. അവിടെയൊക്കെ പോനോ. പക്ഷെ കുരിശുമലന്റെ കാട്ടിലും ഹൈറ്റ് ഈ സ്വർഗക്കുന്ന തോന്നുന്നുണ്ട്. കാരണം ഇനി ഇവിടെ അല്ലേ നല്ല ഹൈറ്റ് ഉണ്ട്. അല്ല ഇനി ഇവിടെ നിന്നിട്ട് നമുക്ക് തോന്നല്ല. ഇവിടെ നോക്കുമ്പോ തന്നെ ഈ കുരിശുമല താഴായിട്ടാ തോന്നുന്നത്. സ്വർഗക്കുന്ന് ഇനി നല്ല ഹൈറ്റ് ഉണ്ട് അല്ലേ? അപ്പൊ അതിന് സിറാത്ത് പാലത്ത് വീണ് നടത്തം നല്ല ടാസ്ക് തന്നെ കേട്ടോ. കണ്ടില്ല നിങ്ങള്? കൂട്ടത്തില് ഏറ്റവും പ്രായ ആളാട്ടോ മുന്നിൽ ഓടുന്ന കണ്ടോണ്ട്. മനോനക്ക് എത്ര വയസ്സാ? 54 വയസ്സായ മനുഷ്യനാണ് മുന്നിൽ. ഈ 90 കിഡ്സിന്റെ ഒക്കെ ഒപ്പം ഓടിയിട്ടേ 72 മോഡലാണ് മുന്നില്. ഒരു വെള്ളക്കുപ്പിയും പിടിച്ച് പായ. പക്ഷെ ഓരോ അഡ്വഞ്ചർ യാത്രക്കാരൻ്റെയും ഒരു ആവേശമാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കയറി നമ്മൾ ഫസ്റ്റ് ചെല്ലുമ്പോഴേ നമുക്കൊരു പ്രതീക്ഷ ഉണ്ടാവുമല്ലോ. മുകളിലെത്തിയാൽ എങ്ങനെ പോയി താഴേക്കുള്ള വൈബ്, അല്ലെങ്കിൽ മുകളിലെത്താ വൈബ്. ആ ഒരു പ്രതീക്ഷയുടെ ഒറ്റ പോയിന്റിൽ നമ്മൾ ഏത് ടാസ്ക് എടുത്തിട്ടും ഇങ്ങനെയുള്ള കുന്നുകളും മലകളൊക്കെ കയറി അതിൻ്റെ മുകളിലേക്ക് എത്താൻ നമ്മൾ ശ്രമിക്കും. പക്ഷേ ഇങ്ങനെ കയറി പോകുമ്പോൾ പകുതി എത്തി താഴേക്ക് നോക്കുമ്പോൾ തന്നെ നല്ല അടിപൊളി കേട്ടോ. കുരിശുമല ഇങ്ങനെ കാണാം. താഴെ പണി നടക്കുന്ന റിസോർട്ടുകളാണത്. അങ്ങനെ സ്വർഗക്കുന്നിന്റെ ഏറ്റവും ടോപ്പില് 54 വയസ്സായി മനുഷ്യന് മുന്നിൽ ഓടിയാണ് കയറി. 90 മോഡൽ എഞ്ചിനൊക്കെ കൊയങ്ങിന്റെ മുട്ടുംകാര് സത്യം പറയാൻ നല്ല വേദന ഉണ്ട്. പക്ഷെ ഇതിന്റെ മേലൊക്കെ എത്തിക്കഴിഞ്ഞാല് അതിമനോഹരമായ കാഴ്ചയാണ്. നമ്മളോട് ആ ചേച്ചി പറഞ്ഞ കുരിശുമല വളരെ താഴായിട്ടാണ് അതിന്റെ ദൃശ്യ ഭംഗി നമുക്ക് കാണാൻ പറ്റുക. കുരിശുമലയാണോ വലുത് സ്വർഗക്കുന്നാണോ വലുത് വെച്ചാൽ മനു? സ്വർഗക്കുന്നാണ്. സ്വർഗക്കുന്നിന്റെ മേലെ കയറിയാൽ നമുക്ക് കുരിശുമല താഴെ നിന്ന് അതിന്റെ അപ്പുറവും കാണാം. മുകളിൽ കൂടെ ഒക്കെ
കോട ഇങ്ങനെ വരലോടങ്ങിക്കണം കേട്ടോ. കതച്ചിട്ട് പറയാൻ പറ്റുമാനോ നിജ് പറയാൻ ബാക്കി കിടക്കണൊന്നുമില്ല, നമുക്ക് കുഴപ്പമില്ല. റാഹത്താണിത്. അതെ, വണ്ടി 72 മോഡലാണെങ്കിലും ഈ ചെക്കന്മാരൊക്കെ കുഴപ്പമില്ലാതെ കേറി. 90% ഇതുപോലത്തെ കുത്തനുള്ള കയറ്റങ്ങളാണ്. നല്ല ടാസ്കാണ്. നല്ല കാറ്റാട്ടോ. താഴെ ഒരുപാട് റിസോർട്ട് ഉണ്ട്. ആ റിസോർട്ടൊക്കെ എടുത്ത ഫാമിലിയിലെ ആളുകളൊക്കെ ഇവിടേക്ക് കയറിയിട്ടുണ്ട്. അവരൊക്കെ അവരെ ഗൈഡ് മുഖാന്തരമാണ് ഇവിടെ കയറിയിട്ട് കാണുന്നത് കേട്ടോ. ഇതാണ് ഇതിന്റെ ടോപ്പ്. 3 സൈഡിലും നല്ല അടിപൊളി വ്യൂ പോയിന്റ് ആണ്. ഈ സമയത്ത് കോട ഉണ്ട്, എന്നാലും താഴെ ഇങ്ങനെ കോട മൂടി വരുന്നുണ്ട്. എന്നാലും കുറവാണ്, പക്ഷെ നല്ല തണുപ്പും നല്ല കാറ്റ്. താഴെ നല്ല കോട ഇങ്ങനെ വരുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ രാത്രി ആയി കഴിഞ്ഞാൽ എന്തായാലും ഇവിടെ മൊത്തം കോടാവും. പക്ഷെ നല്ല കാറ്റുണ്ട്, കണ്ടില്ലേ? കണ്ട കാറ്റ്? ചെറിയ കാറ്റല്ല, നല്ല അടിപൊളി നല്ല കാറ്റാണ്, നല്ല തണുത്ത കാറ്റ്. അവിടെ ഉണ്ട് കേട്ടോ. അവിടെയും കുറെ ആൾക്കാർ കൂടിയിട്ടുണ്ട്. ഇതിലെ ഈ കുന്നിനെക്കാട്ടിൽ കുറച്ചുകൂടി ഹൈറ്റ് കൂടിയ കുന്നാണ്. അതാവും ചിലപ്പോൾ ഇതിലെ ടോപ്പ് കുന്ന്. ഞാൻ അവിടേക്കൊന്ന് പോയൊക്കെ വരി. നമ്മൾ നേരത്തെ ഫസ്റ്റ് പറഞ്ഞിരുന്ന ആ കുരിശുമല ഉണ്ടല്ലോ, അതാണ് എൻ്റെ ഈ പിറകിൽ കാണുന്നത്. ഈ സ്വർഗക്കുന്നിനെ അപേക്ഷിച്ച് ഈ കുരിശുമല ഹൈറ്റ് കുറവാണ്. കാരണം ഇവിടെ നോക്കി കഴിഞ്ഞാൽ അത് താഴെയായിട്ടാണ് കാണുന്നത്. കുരിശുമലയും അതിൻ്റെ അപ്പുറമുള്ളത് ഇവിടുന്ന് കാണുന്നുണ്ട്. പക്ഷേ കുരിശുമലേൻ്റെ അവിടെ നിന്ന് നോക്കിയാൽ ഈ സ്വർഗക്കുന്നേ കാണുള്ളൂ, ഇതിൻ്റെ അപ്പുറം കാണൂല. അതിന് ഈ സ്വർഗക്കുന്നൊക്കെ തന്നെ വരുന്നത്. ഇതാണ് അപ്പോൾ ടോപ്പ് ഹൈറ്റിലുള്ള കക്കാടംപൊയിലിലെ അതിമനോഹരമായ വ്യൂ പോയിന്റ്. നമ്മളൊപ്പം പോകുന്ന ഏറ്റവും വയസ്സ് കൂടിയ ആൾക്കാർ നമ്മളെ മുന്നിൽ അവിടെ എത്തിയിട്ടുണ്ടോ, ഏറ്റവും ടോപ്പില്. നമ്മളൊപ്പം പോകുന്ന വയസ്സ് കൂടിയ ആൾക്കാർ കണ്ടങ്ങള്, വയസ്സ് കൂടിയ ആൾക്കാര് ഇവിടെ എത്തിക്കണ്. ഇവിടെ ഏറ്റവും ടോപ്പിൽ ഇത് ക്യാമറമാൻ ഈ പാറമ്മ ഇരിക്കാണ്. അങ്ങോട്ടില്ലല്ലോ, അങ്ങോട്ടില്ല. ടാസ്ക് ആണ്, പക്ഷേ ടാസ്ക് ആണെങ്കിലും മുകളിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഈ എടുത്ത റിസ്കിനുള്ളൊരു റിസൾട്ട് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ആകണ് ടാസ്കാണ് എടുക്കണത്. കോട വരൽ തുടങ്ങിയിരിക്കണെന്ന് 64 വയസ്സായ മാന് പറയുന്നു. 90 കിഡ്സായ ഞങ്ങൾ തോറ്റിട്ടില്ല. കുറച്ച് വൈകിയാണെങ്കിലും അവിടെ എത്തുമെന്ന് ഞങ്ങളും ബാക്കിൽ ഞങ്ങളുണ്ട്. ടോപ്പ് തന്നെ അങ്ങോട്ട് വരും. കുറച്ച് ആൾക്കാർ ഇരിക്കണുണ്ടല്ലോ ഞങ്ങള്. അതിൽ നമ്മളെ കൂട്ടത്തിൽ പോകുന്ന ഒരാൾ അവിടെ ഇരിക്കുന്നുണ്ട്. പാതി വഴിയിൽ അവിടെ കുന്നുണ്ട് ഞങ്ങള്. അവിടെ കുറച്ച് ആൾക്കാർ ഇരിക്കണുണ്ടല്ലേ. അതിൽ നമ്മളെ കൂട്ടത്തിൽ പോകുന്ന ഒരാളുണ്ട്. അവന് പാതി വഴിയിൽ ദൗത്യം അവസാനിപ്പിച്ചു. ഈ മനോഹരമായ കുന്ന് കാണാനോ ഇല്ല എന്നാ പറഞ്ഞത്. ഞമ്മക്കൊന്ന് അവിടെ പോയി നോക്കുക. ഒക്കെ ദുർഘടം പിടിച്ച വഴി കേട്ടോ, അങ്ങനെയുള്ള വഴിയാണേ. അപ്പൊ കുട്ടികളെ കൊണ്ടൊന്നും ഒരിക്കലും ഇത് കയറാൻ കഴിയൂല. കുറച്ച് ഫിസിക്കലി കഴിവുള്ളവർക്കേ കഴിയുള്ളൂ ഈ കുന്ന് കയറണം, ഈ പാറ. മാനോ എന്താ എനിക്ക് പറയാല്ലേ? ഇവിടുന്ന് നോക്കിയാ ഇവിടെ വന്ന് ശരിക്കും പിന്നെ എന്താണ് നമ്മളെ കുരിശുമല എന്ന് പറഞ്ഞ കുരിശുമല അല്ല ശരിക്കും. ഇവിടുത്തെ എന്താ പറഞ്ഞാൽ സ്വർഗക്കുന്ന്. ഇതാണ് വൈബ്. കാരണം ഇവിടെ നിൽക്കുമ്പോ എല്ലാ ഭാഗവും ശരിക്കും കാണാം. കൂട്ടത്തിലെ തലക്ക് വെളിവില്ലാത്തവൻ പോയി നോക്കണ്ട്. പടച്ചോനെ, സ്വർഗല്ല മാനത്, സ്വപ്നാണ്. നമ്മുടെ സ്വപ്നത്തിലൊക്കെ ഓരോ കുണ്ടകളാണല്ലോ പറഞ്ഞ സ്വപ്നത്തില്. ഇത് സ്വർഗക്കുന്നല്ല എന്നാറ് ചങ്ങായിമാരെ, ഇത് സ്വർഗക്കുന്നല്ല. നമ്മൾ ഈ സ്വപ്നത്തിലൊക്കെ ഉണ്ടല്ലോ ഒരു കുണ്ട് ഇങ്ങനെ കാണൂല, നമ്മൾ ആയം കാണാത്ത കുന്ത്. അതേമാതിരത്തെ കുണ്ടാണ് ഈ മാണ്ണ മുഴുവൻ.
മോനെ എനക്കെന്താ പറയല്ലേ സത്യമാണ് സ്വർഗക്കുണ്ടല്ലത് സ്വർഗക്കുണ്ടാണ്. ആചാദിക്കുന്നു. പക്ഷെ കോടങ്ങനെ മൂടി നല്ല അടിപൊളിയായി വരുന്നുണ്ട് അല്ലേ? അങ്ങോട്ടൊക്കെ നോക്കി സത്യത്തിൽ തലമിന്നുട്ടോ. പക്ഷെ ഈ കാലാവസ്ഥയിൽ വന്നാൽ നമുക്ക് ഈ നേരത്തൊക്കെ ഇവിടെ കണ്ടിട്ട് പോകാം. നമ്മൾ ഈ കോട മൂടുന്ന തണുപ്പ് കാലാവസ്ഥയിലാണ് ഇങ്ങോട്ട് ഒരിക്കലും വരരുത്. കാരണം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒന്നും കാണൂല, വളരെ അടിക്ക് ഭയങ്കര കുണ്ടും. പിന്നെ തിരിച്ചു പോകുമ്പോൾ നമുക്ക് വഴി പേക്കും, വഴി കാണാൻ കഴിയാതെ, കാരണം ഫുള്ള് കുറ്റിക്കാട്ട് കൂടെല്ലാമായിട്ട് ഇടുങ്ങിയ വഴിയാണ്. അത് ഫുൾ ഡീപ്പ് വാപ്പ് പറയുന്നുണ്ട്, ഫുൾ ഡീപ്പ് വഴികളാണ്. അപ്പൊ അതൊക്കെ അങ്ങോട്ട് തിരിച്ചു പോകുമ്പോൾ കാണാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ കുടുങ്ങും. അപ്പൊ കോടല്ല സമയത്ത് ഒരിക്കലും ഈ ടൈമിൽ 5-6 മണി സമയത്ത് വരുന്നത്. ഉച്ചക്ക് വരാം, ഈ സമയത്ത് തന്നെ കോട ഇങ്ങനെ അടിയിൽ കൂടെ ഒക്കെ പോകുന്നുണ്ട്. പക്ഷെ ഇവിടെ അല്ല, ഞാൻ അങ്ങോട്ട് അടിക്ക് പോകുമ്പോൾ ചിലപ്പോൾ ഉണ്ടാവോ അല്ലേ അറിയാൻ പറ്റൂല, നമ്മൾ കുടുങ്ങുക അല്ലെ ഒന്നും പറയാൻ പറ്റൂല. പക്ഷെ അതെ, നിശാബ് എന്താ പറഞ്ഞു? അവിടെ ഏറ്റവും വലിയ ഐറ്റ്. അതെ, അവിടെ നോക്കുമ്പോ ഇവിടെ വലിയ ഐറ്റ്. ബാപ്പോ ഇവിടുന്ന് നോക്കുമ്പോ നമുക്ക് തോന്നണേ ആ മല, ഇതിവിടെ ഒരു മല ഒന്നല്ല കേട്ടോ, ആകെ മലകളാണ്. അപ്പൊ ഇവിടുന്ന് നോക്കുമ്പോ തോന്നും ആ കുന്നാണ് വലുത്. പക്ഷെ അവിടുന്ന് നോക്കിയപ്പോ നിങ്ങളതിന് ഏറ്റവും ആയിട്ട് തോന്നിയത് അവിടുന്ന് ഇങ്ങോട്ട് നോക്കിയപ്പോ അങ്ങോട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം ഉറപ്പിച്ച് പറയുന്നു, കുരിശുമല തന്നെയാണ് സ്വർഗക്കുന്നിനേക്കാൾ താഴെ. അത് ഉറപ്പാണ്, അതിന് യാതൊരു എക്സ്ക്യൂസും ഇല്ല. എടി അങ്ങോട്ട് അടിക്ക് ഇത് വാപ്പോ ചേച്ചിന്റെ അടുക്ക് എത്തിയപ്പോ വണ്ടിന്റെ അടുത്തേക്ക് എത്തണ്ടേ? കാറ്റ് കണ്ടില്ലേ നിങ്ങള്? കാറ്റ് നോക്കണ യന്ത്രം കൊണ്ടിട്ട്. അപ്പൊ ഇവിടെ അടുത്ത് ഫുള്ള് യാന്ത്രിക പരിപാടിയാണ്. കാരണം ഇപ്പൊ കാറ്റ് നോക്കണ യന്ത്രമാണല്ലോ. കാറ്റിന്റെ വേഗത, അതേപോലെ കാറ്റിന്റെ സ്പീഡ്, കിലോമീറ്ററിൽ എത്ര വേഗതയിലാണ് കുരിശുമലയിലും സ്വർഗക്കുന്നിലും കാറ്റ് സഞ്ചരിക്കുന്നത് എന്ന് നിശാബ് അവന്റെ യാന്ത്രികതയിൽ എത്ര സ്പീഡ് ഉണ്ടാവും? അന്റെ ഒരു 64 വയസ്സ് പ്രായം വെച്ചിട്ട് എനിക്ക് തോന്നുന്നു അത്ര. അപ്പൊ ഒരു വഴിക്ക് നിശാബ് വണ്ടി നന്നാക്കി, ഫുൾ മെക്കാനിക്കാണ്. മെക്കാനിക്ക് സത്യത്തില് ഇണ്ണിയാണ് വണ്ടി നിശാബിനും കിട്ടി. പിന്നെ നമ്മൾ ഈ കുരിശുമലന്റെയും നമ്മൾ ഈ സ്വർഗക്കുന്നിക്ക് കയറി വന്നു. ഇതിന്റെ ഏറ്റവും ടോപ്പിൽ ഇപ്പൊ നിന്നു. കുറെ കലാകാരന്മാരൊക്കെ വന്ന് ഇവിടെ ചിത്രമൊക്കെ വരച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ അപ്പോ ഇതിനെന്താ പറയാ, എവറസ്റ്റ് കൊടുമുടി കീഴടക്കിന്നൊക്കെ പറഞ്ഞു. നമ്മളിപ്പോ സ്വർഗക്കുന്ന് കീഴടക്കി. പക്ഷെ പാതി വഴിയില് ഒരാൾ ഈ ദൗത്യം ഉപേക്ഷിച്ച ഒരാളുണ്ട്, അവിടെ കിടക്കേണ്ട ആള്. അതേ നമ്മളെ ക്യാമറമാൻ കൂടിയാണ്, അതേപോലെ ചിത്രത്തിലില്ല. അവിടെ പാതി വഴിയില് വഴങ്ങി. ഞാൻ അവിടുന്ന് അടിയിക്കുള്ള ടാസ്ക് അല്ല ആലോചിച്ചാ ബെജ. 3-4 വ്യത്യസ്ത കുന്നുകളുണ്ട്. കേറുമ്പോ തോന്നും കേറുന്നതാണ് റിസ്ക്, ഇറങ്ങുമ്പോ തോന്നും ഇറങ്ങുന്നതാണ് റിസ്ക്. കാരണം സ്ലിപ്പായാലൊക്കെ താഴേക്കാണ് പോകും. എന്തായാലും ഒക്കെ നല്ല വൈബുള്ള സ്ഥലങ്ങളാണ്. താഴെ റിസോർട്ട് എടുത്ത ഫാമിലികൾ ഒരുപാട് ആൾക്കാർ മേലുണ്ട്. ഇങ്ങനെ പാട്ടൊക്കെ കേട്ട് നല്ല ആസ്വദിച്ചിരിക്കണം അവർ. നല്ല കാറ്റുമുണ്ട്, നല്ല തണുപ്പുണ്ട്. അപ്പോൾ പിന്നെ രസാവൂല പരിപാടി. അപ്പോൾ ഫിസിക്കലി കഴിയുന്ന ആളുകൾക്കൊക്കെ പോയിട്ട് ട്രൈ ചെയ്യാൻ പറ്റുന്നൊരു ലൊക്കേഷൻ കേട്ടോ. കക്കാടംപൊയിലെ കുരിശുമലക്ക് ഓപ്പോസിറ്റുള്ള സ്വർഗക്കുന്ന്. അപ്പൊ നമ്മളെല്ലാം കണ്ടാസ്വദിച്ച് കുരിശുമല കയറാതെ സ്വർഗക്കുന്ന് തന്നെ വാനോളം ആസ്വദിച്ച് തിരിച്ച് വീണ്ടും റിട്ടേൺ നമ്മളെ വണ്ടീൻ്റെ അടുത്തേക്ക് പോരാണ്. 300 റുപ്യക്ക് ആൾ ഓക്കെ പറഞ്ഞു. ലോക്കലാണെന്ന് പറയുന്നത്. 300 റുപ്യൊക്കെ ലോക്കലാണല്ലോ. ലോക്കൽ ട്രിപ്പ് എടുക്കുമെന്ന് ചോദിച്ചാൽ മറ്റുള്ള. അപ്പോൾ ലോക്കൽ ട്രിപ്പിലാണെങ്കിൽ 300 റുപ്യ. അതിൻ്റെ കുറച്ച് അപ്പുറത്തേക്ക് ആണെങ്കിൽ 500 റുപ്യ 600 റുപ്യ ആവും. നമ്മളെ വണ്ടി കുറച്ച് താഴെ ആയതുകൊണ്ട് നമുക്ക് 300 റുപ്യ പോയി പോകുന്നു.
അപ്പോൾ ഓക്കെ, താങ്ക് യു.